ഒന്നാം സാമുവേലിൽ നിന്നാണ് നമ്മൾ ഒന്നാമത്തെ വായന കേട്ടത്. സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം 1-ാം അധ്യായത്തിൽ കാണാം, 2 സ്ത്രീകൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഒന്ന് സംതൃപ്തിയായ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട്, കാരണം മക്കളുള്ളവൾ ആയിരുന്നു പെനീന. എന്നാൽ ഹന്നായ്ക്ക് മക്കളില്ലായിരുന്നു. അവളെ എങ്ങനെ ഇടിച്ച് കരഞ്ഞുകൊണ്ട് അത് കർത്താവിനോട് പരാതിപ്പെട്ടുകൊണ്ട് അവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഏലി എന്ന പുരോഹിതൻ കണ്ടു. അവൾ കരയുന്നുണ്ട്, ചിറി അണങ്ങുന്നുണ്ട്, പക്ഷെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഏലി വൈദികൻ ഓർത്തത് അവൾ കള്ളു കുടിച്ച് ചിരിക്കുകയാണ്, മദ്യപിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്വരം പുറത്ത് വരാതെ ഇങ്ങനെ വായിൽ ശബ്ദം കേൾപ്പിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടത് ചിറി അനങ്ങുന്നുണ്ട്. അവൾ ചെന്ന് പറഞ്ഞു, എത്ര നാളാണ് മോളെ ഇങ്ങനെ കുടിച്ച് ഉന്മത്തയാകുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ഒരിക്കലും കുടിച്ചിട്ടില്ല, മദ്യം എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ഭാഷാവരത്തെപ്പറ്റി ആദ്യമായിട്ട് ബൈബിളിൽ കാണുന്നത് അവിടെയാണ്. ഭാഷാവരത്തിന് വലിയ ഒച്ച വെക്കണം നിർബന്ധമില്ല. ഹൃദയത്തിലെ ആ വേദനകൾ, സങ്കടങ്ങൾ, സ്തുതിപ്പുകൾ, കർത്താവിനെ അറിയിക്കുന്നതാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. ഒത്തിരി ഒച്ച വെച്ചാൽ പ്രാർത്ഥനയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാറിക്കൂവിയാൽ. ഹൃദയത്തിൻ്റെ ഹൃദയം തുറന്ന് കർത്താവിനോട് പറയുകയാണ്. അപ്പോൾ അവിടെ പൊറുപുറത്തുണ്ട്. വേറെ ഭാഷ പറഞ്ഞാൽ പെറുപുറത്തല്ല, പൊറുപുറത്ത്. ഹല്ലേലൂയ. പെറുപെറുക്കുന്ന പ്രാർത്ഥനയല്ല, എന്നാൽ പൊറുപുറത്ത് കൊണ്ട് എന്ന് പറഞ്ഞാൽ ശാന്തമായ ഹൃദയത്തിലെ അഗാധത്തിലെ വേദന, സങ്കടം എല്ലാം കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുരോഹിതനെ ഈ ഭാഷാവരും അറിയത്തില്ല. ഇന്നത്തെ കാലത്തെ പോലെ അച്ഛന്മാർക്ക് പലപ്പോഴും അറിയത്തില്ലത്. അതുകൊണ്ട് ഓർത്ത് കള്ളു കുടിച്ചാണ്, മദ്യപിച്ചതാണെന്ന്. അതുകൊണ്ടാണ് ചോദിച്ച് തെറ്റിദ്ധരിച്ചുകൊണ്ട്, നീ മദ്യപിച്ചിട്ടാണോ ഇങ്ങനെ ഈ വായിൽ ഇങ്ങനെ സ്വരം ഉണ്ടാക്കുന്നത്, ചെറിയ സ്വരത്തിൽ ഇങ്ങനെ ബഹളം വെക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞില്ല, മദ്യം ഞാൻ തൊട്ടിട്ടില്ല, എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയം തുറക്കുകയാണ്. ഇതാണ് പ്രാർത്ഥന മക്കളെ. ഇനി എന്താണ് ഏലി പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞത്? നീ എന്തിനു വേണ്ടി പ്രാർത്ഥിച്ചോ നിനക്ക് ലഭിക്കുമെന്ന്. ഹല്ലേലൂയ. കൈവച്ചൊന്നും പ്രാർത്ഥിച്ചില്ല, പറഞ്ഞതേ ഉള്ളൂ. ആ വചനം മാംസമായി ഭവിച്ചു. വീട്ടിൽ ചെന്നപ്പോൾ അവൾ ഗർഭിണിയായി. ഹല്ലേലൂയ. അവൾ സാമുവേലിനെ പ്രസവിച്ചു. പഴയ നിയമത്തിലെ ഏറ്റവും വലിയ പ്രവാചകരിൽ ഒരാളായിരുന്നു സാമുവേൽ. ഈ സാമുവേലിനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്ന ഭാഗമാണ് നമ്മൾ 1-ാം വായനയിൽ കേട്ടത്. അക്കാലങ്ങളിൽ കടിഞ്ഞൂൽ പുത്രന് കർത്താവിന് കൊടുക്കുക, ദേവാലയത്തിന് കൊടുക്കുക പതിവായിരുന്നു. അതാണ് കണ്ടത്. പ്രിയമുള്ളവർ, നമ്മൾ ഓരോരുത്തരും ഇപ്രകാരം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടവരാണ്. ശരിയല്ലേ? നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ മാമോദീസായ്ക്ക് തലതൊട്ടമ്മയും അമ്മയും അപ്പനും ബന്ധുക്കാരും കൂടെ വന്ന് നമ്മളെ കരങ്ങളിൽ ഏന്തി കർത്താവിന് സമർപ്പിച്ചു. ഓരോ ക്രൈസ്തവനും സമർപ്പിതർ ആണ്. ഹല്ലേലൂയ. എന്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു? വിശുദ്ധരായി ജീവിക്കുവാൻ. നമ്മുടെ വിളി വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ബൈബിളിലെ 2 വാക്യങ്ങൾ മക്കളെ ഒരിക്കലും മറക്കരുത്. അതിൽ ഒന്ന് പത്രോസ് അധ്യായം 1:15-16. വേറെ ഭാഷയെ പറഞ്ഞ് നമ്മുടെ ആദ്യ മാർപ്പാപ്പ നമുക്ക് തരുന്ന ചാക്രിക ലേഖനം, ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെപ്പോലെ പരിശുദ്ധരായിരിക്കണം. ഒറ്റ നോട്ടത്തിൽ കേൾക്കുമ്പം പ്രയാസമുണ്ട്. അതുപോലെ തന്നെ പിതാവായ ദൈവം പരിപൂർണരായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. മത്തായി 5:48. ഹല്ലേലൂയ. ഇത് 2ഉം ഓർക്കണം. നമ്മളെ വിളിച്ചിരിക്കുന്ന വലിയ വെല്ലുവിളിയാണിത്. നമ്മൾ നോക്കുമ്പോൾ ഓർക്കും പ്രയാസമാണെന്ന്. എങ്ങനെ എനിക്ക് പരിപൂർണനാകാൻ കഴിയും, പരിപൂർണയാകാൻ കഴിയും? എനിക്കെങ്ങനെ വിശുദ്ധനോ വിശുദ്ധയാകാൻ കഴിയും? എൻ്റെ ഓർമ്മയിൽ വരുന്നത്, എൻ്റെ സ്വന്തം ഇടവകയിൽ ഒരു പെരുന്നാളിന് പോയപ്പോൾ, മാരാവിൻ്റെ പെരുന്നാളിന് 8-ാം തീയതി പോയപ്പോൾ, അന്ന് ബിജിലച്ചൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. മാതാവ് ഈ ചോദ്യം ചോദിച്ചു. മാലാഹ വന്ന് പറഞ്ഞപ്പോൾ, നീ പുത്രനെ പ്രസവിക്കുമെന്ന്. ഇതെങ്ങനെ സംഭവിക്കും? പലപ്പോഴും നമ്മൾ പലതിൻ്റെയും മുമ്പിൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നിർനിമേഷരായിട്ട് നോക്കി നിൽക്കാറുണ്ട്. അപ്പോൾ എന്താണ് മാലാഹയിലൂടെ ദൈവം പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവിലൂടെ അസാധ്യമായ ഒരൊന്നുമില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നമുക്ക് വിശുദ്ധരായിരിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് പരിപൂർണരായിരിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണല്ലോ നമ്മൾ വായിക്കുന്നത് 1 തെസ്സലോനിക്ക അധ്യായം 4 വചനം 7. നിങ്ങൾ വിശുദ്ധിയിലേക്കാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, അശുദ്ധിയിലേക്കല്ല. ഈ കർത്താവിൻ്റെ വാക്ക് അനുസരിക്കാത്തവൻ അവന് ലഭിച്ച പരിശുദ്ധാത്മാവിനെയാണ് എതിർക്കുന്നത് എന്ന്. ഹല്ലേലൂയ.
കാരണം നമുക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ് അനുദിനം വിശുദ്ധിയിലേക്ക് ഉയരാൻ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിശുദ്ധിയിലായിരിക്കുമ്പോൾ മക്കളെ, അതെ, ആരും തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ, അനുഗ്രഹങ്ങൾ കർത്താവ് നമ്മുടെ മേൽ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതെ, ബൈബിൾ പറയും, നമ്മൾ ചോദിച്ചില്ലെങ്കിൽ തന്നെയും ഹൃദയത്തിലെ വികാരങ്ങൾ അറിഞ്ഞുകൊണ്ട് കർത്താവ് നമുക്ക് തരും. അതിന് വേണ്ടത് വിശ്വാസം ആണ്. മലയെ മാറ്റാവുന്ന വിശ്വാസം, മൗണ്ടൻ മൂവിങ് ഫെയ്ത്ത്. അതെ, മലയെ നീക്കുന്ന വിശ്വാസം. ഈ വിശ്വാസമുണ്ട് എങ്കിൽ നമ്മൾ അവിടെ ഇവിടെ ഓടി നടക്കേണ്ട കാര്യമില്ല. ആത്മാർത്ഥമായിട്ട് ബലിയിലോ ആരാധനാ സമയത്തോ പ്രാർത്ഥിക്കുമ്പോൾ ജീവിക്കുന്നതിനായ കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും, ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കും. അതെ, ഞാനൊരു സാക്ഷ്യം പങ്കുവെച്ചോട്ടെ. നിങ്ങൾ കേട്ടോ ഇല്ലയോ, ഞാൻ പറഞ്ഞോ ഇല്ലയോ എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്കറിയാം, ഞാൻ പടിപടിയായിട്ട് ശാരീരികമായിട്ട് ബലം പ്രാപിക്കുന്നുണ്ട്. അതെ, കഴിഞ്ഞ പോലെ എനിക്ക് ഇതുപോലെ നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് മേശയെ അല്ലെങ്കിൽ അൽത്താരെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ തവണ പറ്റില്ലായിരുന്നു. അത്രയും അത് ഞാൻ പ്രോഗ്രസ്സായി, ഇമ്പ്രൂവ്മെൻ്റായി. അതുപോലെ അത് ശരീരത്തിനും ബലം കൂടിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് 2 വലിയ പ്രശ്നമുണ്ടായിരുന്നു ഈ രോഗം വന്നതിനു. നിങ്ങൾ ഓർക്കണം, ഇന്ന് 22-ാം തീയതിയാണ്. അത് ഇന്നലെ ആയിരുന്നു ഞാൻ തളരുന്നതും. ഇന്ന് 22-ാം തീയതി, 6 വർഷം മുമ്പ് 22-ാം തീയതി ഞാൻ കോമായിൽ ആണ്. അതെ, ഇന്നലെ ആയിരുന്നു ജോസച്ചനോട് ഞാൻ വിളിച്ച് എൻ്റെ അവസാന വാക്കുകൾ പറഞ്ഞത്. അച്ഛാ, ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും അച്ഛനെ പറഞ്ഞേൽപ്പിച്ചത്. അത് ജോസച്ചൻ ഇപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും. അതെ, ഈ ഓർമ്മകളൊക്കെ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ചില വികാരങ്ങളൊക്കെ ഉണ്ട്. ആളുകളിൽ മുമ്പുണ്ടായ സംഭവങ്ങളൊക്കെ മനസ്സിൽ വരുന്നു. പ്രിയമുള്ളവരെ, അതെ, അന്ന് ഞാൻ തളർന്നത് 22-ാം തീയതിയാണ്, 6 വർഷം മുമ്പ്, 2012 ഡിസംബർ 22. അതിനുശേഷം എനിക്ക് വിട്ടുമാറാത്ത 2 പ്രശ്നമുണ്ടായിരുന്നു. ഒന്ന്, വയറ്റിലെ പ്രശ്നം. എന്ത് കഴിച്ചാലും വയറ്റിൽ നിന്ന് പോകും. അതെ, ഏറെ മരുന്നുകൾ തന്നു. കഴിഞ്ഞ 4 കൊല്ലത്തോളം ആയപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു, ആമാശയത്തിലെയും അതുപോലെ ചെറുകുടലിലെയും ഒക്കെ മസിൽസ് ബലം പ്രാപിക്കാത്തതുകൊണ്ടാണ്. കാരണം നേരെ നാടിയെല്ലാം പോയി, മസിലിന് ബലമില്ലാതെ തളർന്നു പോയതല്ലേ. അപ്പോൾ പതുക്കെ പതുക്കെ ഓരോ മസിലുകളും ബലം പ്രാപിക്കുന്നു. വയറ്റിലെ മസിലുകൾക്ക് ബലം കിട്ടാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് ദഹനക്കുറവും വയറ്റിൽ നിന്ന് പൊക്കലും ഒക്കെ എന്ന് പറഞ്ഞു. ഞാനത് വിശ്വസിച്ചു കണിശമായിട്ട്. വേറൊന്നുള്ള പ്രശ്നം എൻ്റെ ഹാർട്ടിൻ്റെ പ്രശ്നമായിരുന്നു. എന്നോട് അടുത്ത് സഹവസിക്കുന്ന ജോസച്ചനും മറ്റച്ഛന്മാർക്കൊക്കെ അറിയാം. ആദ്യം 2 തവണ വന്നപ്പോൾ, ഇവിടെ വന്നപ്പോൾ എനിക്ക് ഹാർട്ടിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. അതുകൊണ്ടായിരുന്നു അന്നൊക്കെ ഡോക്ടർമാർ എൻ്റെ കൂടെ വേണം നിർബന്ധമായിരുന്നു. എനിക്ക് ചെറുപ്പം മുതലുള്ള ഒരു രോഗമായിരുന്നു അത്. ചെറുപ്പത്തിൽ അമ്മച്ചോട് പറയുമായിരുന്നു, ചങ്കിന് വേദനയാണ്. അമ്മ പറയും, ചുമ്മാ കളിപ്പീര, അറ്റൻഷൻ കിട്ടാനുള്ള. അത് കുട്ടികളുടെ ഗെയിമിൽ പെട്ടായിട്ട് അമ്മ പഠിപ്പൊന്നും ഇല്ലെങ്കിൽ ഓർത്തു വക വെച്ചിട്ടില്ല. സെമിനാരിൽ ചെന്നപ്പോൾ പലപ്പോഴും വേദനയുണ്ടായി. ഒരിക്കൽ ബാംഗ്ലൂരിൽ വെച്ച് അതീവമായിട്ട് വേദന വന്ന് ഞാൻ നിലത്ത് വീണു. രക്തച്ചൻ എന്നെ വാരിക്കോരിയെടുത്ത് മാർത്താസ് ആശുപത്രി ബാംഗ്ലൂരിൽ അഡ്മിറ്റ് ചെയ്തു. അവർ തിരിച്ചും മരിച്ചും പരിശോധിച്ചൊന്നും കിട്ടിയില്ല. ഇവിടെ പറഞ്ഞു, കൊച്ചു ചെറുപ്പക്കാരനല്ലേ, സൈക്കോളജിക്കലാണ്, സൈക്കോസൊമാറ്റിക് ആണെന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടുന്ന് വിട്ടു. പ്രിയമുള്ളവർ, അത് കഴിഞ്ഞു. ഞാൻ ഏറ്റുമാനൂർ സെമിനാരി വരുന്നു. അതിനുശേഷം കരിസ്മാറ്റിക് ആകുന്നു. ഞാൻ ധ്യാനപ്രസംഗങ്ങൾ തുടങ്ങി. കാരിത്താസിലെ സിസ്റ്റേഴ്സിന് ഞാൻ ധ്യാനം കൊടുത്തുകൊണ്ടിരിക്കവേ ആരാധന നടത്തിക്കൊണ്ട് ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഞാൻ പൊടുന്നമേ നിലത്ത് വീണു. 5 മിനിറ്റ് ആരും എന്നെ നോക്കാൻ വന്നില്ല. അവരോർത്തതു ഈ വീഴ്ചയും പ്രാർത്ഥനയുടെ ഒരു ഭാഗമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സിസ്റ്റേഴ്സോ ആരും എന്നെ നോക്കാൻ വന്നില്ല. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ, ആരും ഒന്നും വരുന്നില്ലല്ലോ, വരണേന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ മദർ സുപ്പീരിയർ സിസ്റ്റർ മറിയാമ്മ ഓടി വന്നപ്പം ഞാൻ കൈയും കാലും അടിക്കുകയാണ്. പെട്ടെന്ന് എന്നെ കൊണ്ട് ഇൻറ്റൻസീവിലാക്കി. ഡോക്ടർ ജോസഫ് എന്ന് പറഞ്ഞ ഡോക്ടർ പരിശോധന പറഞ്ഞു, എനിക്ക് അരിത്മിയ, അതായത് ഹാർട്ടിൻ്റെ നാടിയെടുപ്പിൻ്റെ രോഗമാണ്. അച്ഛൻ തുടർച്ചയായിട്ട് 10 ടാബ്ലറ്റ് എടുക്കണം. അന്ന് മുതൽ 2 ടാബ്ലറ്റ് എടുക്കുമായിരുന്നു. ഈ നാടിയടപ്പ് അത് വരാതിരിക്കാനും, വരുമ്പോൾ ചിലപ്പം ഡോസ് കൂട്ടി 4ഉം 5ഉം ഒക്കെ എടുക്കുമായിരുന്നു. ഈ രോഗം 6 കൊല്ലം മുമ്പ് വന്നപ്പോൾ മുതൽ അത് വർദ്ധിച്ചു. വേറെ മരുന്നുകളൊക്കെ തരാൻ തുടങ്ങി. 8ഉം 10ഉം ദിവസം കൂടുമ്പം നാടിയടുപ്പ് വന്ന് 200, 205 ഒക്കെ വരും. നിങ്ങൾക്കറിയാം, ഒരു 207, 208 പിന്നെ ആൾ പോക്കാം, ഹാർട്ട് അറ്റാക്കാണെന്ന് ഓർത്തോണം. അപ്പോൾ ഡോക്ടർമാർ ചുറ്റും വരും. അവർ കാത്തിരിക്കും, മോണിറ്റർ വെക്കും, എല്ലാം നോക്കും. അങ്ങനെ ചിലപ്പോൾ 8 മണിക്കൂർ 10 മണിക്കൂർ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഓർക്കുന്നത് മരിക്കും. ഹാർട്ടിൻ്റെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ആർക്കും തോന്നും ഇപ്പം മരിക്കുന്ന. ഹാർട്ടാണല്ലോ അവസാനത്തെ ബട്ടൺസ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് അങ്ങനെയാണ് ഓരോ തവണ. അത് 2 ആഴ്ച കൂടുമ്പോൾ, ഒരാഴ്ച കൂടുമ്പോൾ ഉണ്ടാകുമായിരുന്നു. പ്രിയമുള്ളവരെ,
2016 സെപ്റ്റംബർ 7-ാം തീയതി എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ തലേ രാത്രി വൈകുന്നേരം ഇതുപോലെ അത്താഴമെല്ലാം കഴിഞ്ഞ് കിടന്നപ്പോൾ നാഡിയടപ്പ് തുടങ്ങി. തുടങ്ങി 206. 3 ഡോക്ടർമാർ ചുറ്റുമുണ്ട്. ഞാൻ താമസിക്കുന്ന വീട്ടിലെ അംഗങ്ങളെല്ലാം. അപ്പോൾ എൻ്റെ അടുത്തിരുന്ന ഡോക്ടർ അത് കൈക്ക് പിടിച്ചുകൊണ്ട് ഈ മോണിറ്ററെല്ലാം നോക്കിക്കൊണ്ടിരുന്ന ആൾ മറ്റേ ആളിനോട് പറഞ്ഞു ഫിനിഷ്ഡ് എന്ന്, തീർന്നു എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി പോക്കായി. അപ്പോൾ ഞാനവിടെ നിന്നോടെല്ലാം ക്ഷമ ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പലതവണ ഇങ്ങനെ മരിക്കാൻ തുടങ്ങിയതാണ്. പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഗാബി ഇത്തവണ വന്നില്ല. കാരണം ഇവിടെ വന്നാൽ നമ്മുടെ ക്ലൈമറ്റ് ഒന്നും പിടിക്കില്ല. ഇവിടുത്തെ ചൂട് വരുമ്പം അവിടെ രോഗം വർദ്ധിക്കും. ഒരാഴ്ച കൂടെ നിൽക്കാൻ പറ്റത്തില്ല ഈ ചൂടത്ത്. അതുകൊണ്ടാണ് ഇത്തവണ ഗാബി എൻ്റെ കൂടെ വരാഞ്ഞത്. അപ്പോൾ അവൾ ഓടിച്ചെന്ന് സക്രാരിയിൽ നിന്ന് ഓസ്തി എടുത്തുകൊണ്ട് വന്നു. തിരുവോസ്തി, അതായത് ഞങ്ങൾ ആരാധന നടത്തുന്ന ചെറിയ ഒരു അരുളിക്ക ഉണ്ട്. ഈ അരുളിക്ക കൊണ്ടുവന്ന് എൻ്റെ നെഞ്ചത്ത് വെച്ചു. പ്രിയമുള്ളവരെ, അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഒരു വലിയ പ്രകാശം ആണ് എൻ്റെ തലയ്ക്കു മീതെ. ആ പ്രകാശത്തിൽ മാതാവ് കൈ വിരിച്ച് നിൽക്കുന്നു. നമ്മൾ അമലോത്ഭവ മാതാവിൻ്റെ ചിത്രത്തിൽ കാണുന്നത് പോലെ 2 കൈയും ഇങ്ങനെ വിരിച്ച് നിൽക്കുന്നു. കൈയുടെ അഗ്രത്തിൽ നിന്നും പ്രകാശം വന്ന് എൻ്റെ നെഞ്ചത്തും എൻ്റെ വയറ്റത്തും അടിക്കുന്നു. ഞാൻ പെട്ടെന്ന് സൂക്ഷിച്ചു നോക്കി കയ്യിലേക്ക്. അപ്പോൾ അത് മാതാവിൻ്റെ കൈയല്ല, ഈശോയുടെ കൈയാണ്. മുറിവുണ്ട്, 2 കൈയിലും മുറിവുണ്ട്. മാതാവിൻ്റെ കൈ മുറിഞ്ഞിട്ടില്ല നമുക്കറിയാം. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് മാതാവ് ഈശോയുടെ അടുപ്പം അത്രമാത്രമാണ്. മാതാവ് അത്രയും ഈശോയുടെ അടുത്തുകൊണ്ട് അവൾ പ്രാർത്ഥിക്കുന്നതാണ്. അപ്പോൾ ഈശോ കരങ്ങളിലൂടെ അനുഗ്രഹം വർഷിക്കുന്നു. ഇതാണ് എനിക്ക് കിട്ടിയ സന്ദേശം ആ സമയം. പ്രിയമുള്ള, അതൊന്നും ചിന്തിക്കാൻ നേരം കിട്ടിയില്ല. പെട്ടെന്ന് എൻ്റെ അടുത്തിരുന്ന ഡോക്ടർ എൻ്റെ തോളി തട്ടി പറഞ്ഞു, ഫാദർ ലുക്ക്, അച്ഛാ നോക്ക്. മോണിറ്ററെ നോക്കിയപ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ? 207 208 ആയിരുന്ന പൾസ്, നാഡിയിടിപ്പ് കൃത്യം 65 വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ചുറ്റുമുള്ളവർ കർത്താവിനെ സ്തുതിച്ചു, കൈയടിച്ചു. കാരണം ഇത് ഹാർട്ടിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയത്തുള്ളൂ. അതായത് നോർമൽ പൾസ്, നോർമൽ നാഡി 65. അപ്പോൾ അതിലേക്ക് വന്ന് നിന്നു. അപ്പോൾ ഞാനും പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ ഈ സംഭവം അവരോട് പങ്കുവെച്ചു. അപ്പം 3 ഡോക്ടർമാരും മറ്റുള്ളവരും പറഞ്ഞു, ഞങ്ങൾ പ്രകാശം കണ്ടു. അച്ഛൻ എന്തോ കാണുക എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു, എന്താണെന്ന് ഞാൻ അറിഞ്ഞുകൂടാണ് ഇപ്പോൾ അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അവർക്കെല്ലാവർക്കും അനുഭവമായിരുന്നു ഒരു ലൈറ്റ്, വലിയ പ്രകാശം ആ മുറിയിലുണ്ടായി എന്നുള്ളത്. പ്രിയമുള്ളവരെ, അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ഏത് ആഹാരവും കഴിക്കാം, വയറ്റിൽ യാതൊരു പ്രശ്നവുമില്ല, ഹാർട്ടിന് മരുന്നും എടുക്കുന്നില്ല, ഇതുവരെ ആ നാഡിയെടുപ്പ് ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് എൻ്റെ ജീവിക്കുന്ന ഈശോ വിശുദ്ധ കുർബാനയിലൂടെ, മാതാവിൻ്റെ പ്രാർത്ഥനയിലൂടെ, അമ്മയുടെ പ്രാർത്ഥനയിലൂടെ എന്നെ സുഖപ്പെടുത്തുക എന്നാണ്. ഹല്ലേലൂയ. മാതാവ് നമ്മളെ സുഖപ്പെടുത്താനാവതില്ല, ഒരു പുണ്യവാനും നമ്മളെ സുഖപ്പെടുത്താനാവതില്ല. സുഖപ്പെടുത്തുന്ന ഒരുവൻ മാത്രം, അത് ഈശോ ആണ്. ഹല്ലേലൂയ. ആരാണോ തൻ്റെ ശരീരത്തിൽ നമ്മുടെ മുറിവുകൾ ഏറ്റെടുത്തത്, ആരാണോ നമുക്ക് സൗഖ്യം തരുവാനായി നമ്മുടെ എല്ലാ രോഗങ്ങളും സ്വന്തം ശരീരത്തിൽ പേറിയത്, അത് ഒരുവൻ മാത്രം, പിതാവാഴ്ച ഏകജാതനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. അപ്പം മാതാവിനും അന്തോനീശുണ്ടാനും ജൂലിയ തദേവുസിനൊക്കെ പ്രാർത്ഥിക്കാനേ സാധിച്ചു. അവർക്ക് ആർക്കും നമ്മളെ തൊട്ട് രോഗസൗഖ്യം തരാൻ പറ്റില്ല. ഹല്ലേലൂയ. ഞങ്ങൾ അച്ഛന്മാരെയൊക്കെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന പോലെ, അഥവാ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത് പോലെയാണ് അവരും. സൗഖ്യം നൽകുന്നവൻ ഒരുവൻ മാത്രം. ഹല്ലേലൂയ. ഇത്തരണത്തിൽ ഞാൻ ഓർക്കുകയാണ്, ഞാൻ യൂറോപ്പിൽ ചെന്ന് 1-2 കൊല്ലം കഴിഞ്ഞപ്പോൾ അല്പം ജലദോഷം വർദ്ധിച്ചു. അപ്പോൾ ഗാവി എന്നെ ഒരു ജർമ്മൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കാൻ. ആദ്യമായിരുന്നു അവിടെ ചെന്നപ്പിന് വിദേശത്തെ ഒരു ഡോക്ടറെ കാണുന്നത്. എനിക്ക് ഭാഷ അറിയത്തില്ല, സംസ്കാരം അറിയത്തില്ല, ഈ ഡോക്ടറോട് എന്താ പറയേണ്ടതെന്നും അറിയത്തില്ല. ആക്കി ഇംഗ്ലീഷ് അറിയാവോ ദൈവമേ, ഇംഗ്ലീഷ് അറിയത്തില്ലായിരിക്കും. അതിൽ ഗാബി പറഞ്ഞു കൊടുത്തോളൂ എല്ലാം. അങ്ങനെ എൻ്റെ സമയമായപ്പോൾ കൃത്യം വാതിൽ തുറന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞെന്താണെന്നറിയാമോ? അച്ഛൻ്റെ ബൈബിൾ എനിക്ക് തന്നേരം, ഞാൻ പ്രസംഗിക്കാൻ പോകാം. അച്ഛൻ എൻ്റെ കസേര വന്നിരുന്ന് ചികിത്സ നടത്താൻ. സാധാരണ ഒരു ഡോക്ടർ അങ്ങനെ പറയല, പ്രത്യേകിച്ച് ജർമ്മൻ ഡോക്ടർ. അവർ വളരെ സീരിയസ്, ജർമ്മൻകാരങ്ങനെ ചിരിക്കുന്ന പോലെ അപൂർവമാണ്. അപ്പോൾ എനിക്ക് ഒരു ഷോക്ക് പോലെ, ഇവൻ ഇത്ര തമാശ പോലെ പറയുന്നല്ലോ. എന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഓർക്കുന്നോ? അച്ഛൻ ഓർക്കും എന്നെ, അച്ഛനെ ഞാൻ അറിയില്ലെന്ന്. അച്ഛനെ നല്ലപോലെ അറിയാം. അച്ഛൻ്റെ പുസ്തകം എല്ലാം വായിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ വെബ്സൈറ്റ് ഞാൻ ആഴ്ചതോറും നോക്കും. അതിൽ കൂടുതൽ ഞാൻ അച്ഛനെ അറിയുന്നത് എൻ്റെ രോഗികളിലൂടെയാണ്.
എൻ്റെ രോഗികൾ അച്ഛൻ ധ്യാനം കൂടിയാൽ പിന്നെ ഇങ്ങോട്ട് വരികയില്ല. അവ വിളിച്ചു പറയും, എനിക്ക് സൗഖ്യം കിട്ടി, എനിക്ക് സൗഖ്യം കിട്ടിയെന്ന്. അങ്ങനെയാണ് അച്ഛനെ ഞാൻ കൂടുതൽ അറിയുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കത്തോലിക്കനാണ്, എന്നും പള്ളിയിൽ പോവും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. എൻ്റെ പേഷ്യൻസ് എന്തുകൊണ്ടാണ് രോഗികളായെന്നും എന്തുകൊണ്ടാണ് അവിടെ രോഗം മരുന്ന് കൊടുത്തിട്ട് പോകാത്തതെന്നും എനിക്കറിയാം. കാരണം പലരും കഠിന വെറുപ്പിലാണ്, സ്വന്തം അപ്പനോട് പോലും, അമ്മായിമ്മയോട് പോലും, ഭർത്താവിനോട് പോലും. വേറെ ചിലർ അധാർമികമായ ജീവിതത്തിലാണ്. ഒരു പക്ഷേ രണ്ടാം ഭാര്യ, വേറൊരു ഭാര്യയായിരിക്കാം, വേറൊരു ഭർത്താവായിരിക്കാം. അങ്ങനെ കഠിനഭാവത്തിലിരിക്കുന്നവരാണ്. ഞാൻ ഇഞ്ചക്ഷൻ കൊടുക്കും, മരുന്ന് കൊടുക്കും, ടാബ്ലറ്റ് കൊടുക്കും, എത്ര നടന്നാലും അവർക്ക് സൗഖ്യം കിട്ടില്ല. അച്ഛൻ ധ്യാനത്തിൽ വെച്ച് പാപത്തെപ്പറ്റി നല്ലോണം തുറന്നു പറയും, കുമ്പസാരിക്കണമെന്ന് പറയും, അനുദപിക്കണമെന്ന് പറയും. അവരത് ചെയ്യും, അപ്പോൾ അവർക്ക് സൗഖ്യവും കിട്ടുന്നു. ഹല്ലേലൂയ. ഒരു ഡോക്ടർ പറഞ്ഞതാണ് പ്രിയമുള്ളവർ, ഇന്നും അദ്ദേഹം എൻ്റെ ഒരു വലിയ ഫ്രണ്ടാണ്, ഒരു സുഹൃത്താണ്. അർപ്പിയുടെ അതെ, പാപവും രോഗവും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ട്. നല്ല ആരോഗ്യവും കൃപയും തമ്മിൽ ഏറെ ബന്ധമുണ്ട്. ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, രോഗികളെല്ലാം പാപികളാണെന്ന് ഞാൻ മുദ്ര അടിക്കുകയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, കർത്താവ് സകലം ദാനമായിട്ട് തരും. ആ ദാനം സ്വീകരിച്ച് കർത്താവിനെ സ്തുതിക്കുമ്പോൾ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും, മറ്റുള്ളവരും വിശുദ്ധീകരിക്കപ്പെടും. എന്നാൽ കർത്താവ് ചില രോഗങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്നു, സൗഖ്യപ്പെടുത്താൻ, പക്ഷെ പറ്റുന്നില്ല. തടസ്സം നിൽക്കുന്ന ആ തടസ്സം പാപമാണ്. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നുള്ളൂ യെശയ്യാ പ്രവാചകൻ 59:1-2, നിങ്ങളെ അനുഗ്രഹിക്കാനാവാത്ത വിധം എൻ്റെ കൈകൾ ചെറുതായി പോയിട്ടില്ല, നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാനാവാത്ത വിധം എൻ്റെ ചെവി അടഞ്ഞു പോയിട്ടില്ല. എന്നാൽ ഞാൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങൾ എന്നെ മുഖം തിരിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആരാ മാറ്റി നിർത്തിയിരിക്കുന്നു? The sins in your heart separates me. ഹല്ലേലൂയ. നമ്മുടെ പാപം ദൈവത്തിൽ നമ്മളെ മാറ്റി നിർത്തുന്നു, അകറ്റി നിർത്തുന്നു. അവിടുത്തെ കരങ്ങൾ നീളാതിരിക്കുന്നു, അല്ലെങ്കിൽ ചെവി കേൾക്കാതിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ പാപപങ്കിലമായ ഒരു ഹൃദയവുമായി വന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവ് പ്രാർത്ഥന കേൾക്കില്ല. ഹല്ലേലൂയ. വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നു യോഹന്നാൻ 9:31. അന്ധനെ സുഖപ്പെടുത്തിയ ശേഷം പലരും തിരിച്ചും മറിച്ചും ചോദ്യോത്തരങ്ങൾ ചെയ്തപ്പോൾ അതെ ചിലർ പറഞ്ഞു യേശു പാപിയാണെന്ന്. അപ്പോൾ പാവം പറയുക, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയല്ലോ എന്ന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ശരിയാണ്, പാപി പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കും. എന്ത്? അവൻ്റെ മാനസാന്തരത്തിനായിട്ട് കൃപ കൊടുക്കും. മക്കൾക്ക് വേണ്ടിയോ, ഭാര്യയ്ക്ക് വേണ്ടിയോ, ജീവിത പങ്കാളിക്ക് വേണ്ടിയോ പാപത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ കേൾക്കുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ ഹൃദയവിശുദ്ധി, ദിവ്യകാരുണ്യം, ഇവയെല്ലാം ഒന്നിച്ചു പോകുന്നു. നമുക്ക് ഇന്ന് രോഗശാന്തിയുടെ ദിനമാണ് എന്ന് അച്ഛന്മാരെന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് ഞാൻ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഹൃദയവിശുദ്ധിയുള്ളവരായിരിക്കട്ടെ. ഹൃദയവിശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് ഈശോ മലയിലെ പ്രസംഗത്തിൽ പറഞ്ഞുവല്ലോ. നമുക്ക് ആ ഹൃദയവിശുദ്ധി നേടാം. പരിശുദ്ധ കന്യാമറിയം യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആനന്ദിച്ച് സ്തുതിച്ചതാണല്ലോ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ആ മാതാവിൻ്റെ സ്തുതിഗീതം. അതെ, അവൾക്ക് ആ ഭാഗ്യം കിട്ടിയ എന്തുകൊണ്ടായിരുന്നു? അവൾ നന്മ നിറഞ്ഞവൾ ആയിരുന്നു. ഹല്ലേലൂയ. ക്രിസ്മസിനെയും ഒരു ദിവസം കൂടിയോ 2 ദിവസം കൂടിയേ ഉള്ളൂ. ഏറ്റവും വലിയ ഒരുക്കം നന്മ നിറഞ്ഞ ഒരു ഹൃദയമാണ്. അത് പുൽക്കൂടുമൊക്കെ ഉണ്ടാക്കും, അവിടെ ഒരു നക്ഷത്രം വെച്ചേക്കും, തിരികൾ വെക്കും. അതുകൊണ്ടൊന്നും ക്രിസ്മസ് ആവില്ല മക്കളെ. ക്രിസ്മസ് ആകണമെങ്കിൽ അതെ, നല്ല വിശുദ്ധമായൊരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. നന്മ നിറഞ്ഞവനും നന്മ നിറഞ്ഞവളും ആയിരിക്കണം. 1 മിനിറ്റ് കണ്ണുകളടച്ച് നമുക്ക് കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ, സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ ആത്മശോധന ചെയ്യാം. ഈ ക്രിസ്മസിന് ഈശോ എൻ്റെ ഉള്ളിൽ പിറക്കുമോ? ഞാൻ ഹൃദയവിശുദ്ധിയിലാണോ? അതോ മറ്റുള്ളവരോട് ചില വെറുപ്പും വൈരാഗ്യമൊക്കെ ഉള്ളിൽ വെച്ചിട്ടുണ്ടോ? ഇപ്പോഴും അമ്മയോട്, അമ്മായിമ്മോട്, അമ്മായിപ്പനോട്, ഭർത്താവിനോടും സൗഹൃദമായിട്ട് ഇടപെടാതെ പിണങ്ങിയിരിക്കുകയാണോ, മിണ്ടാതിരിക്കുകയാണോ? പക്ഷേ ഭാര്യയും ഭർത്താവും 2 കട്ടിലാണോ കിടക്കുന്നത്? മക്കളോട് അത് കടുത്ത വൈരാഗ്യമുണ്ടോ ഏതെങ്കിലും കാര്യത്തിൽ? അഥവാ അയൽക്കാരോട്? ഈ നിമിഷം ആത്മശോധന ചെയ്ത് കർത്താവേ ഞാൻ ക്ഷമിക്കുന്നു, രമ്യപ്പെടുന്നു എന്നുള്ളുകൊണ്ട് പറയാം. വേറെ എന്തെങ്കിലും പാപങ്ങൾ ഒരു പക്ഷെങ്കിൽ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് കാണും, ഒരു പാപം പറയാതെ. ആ പാപം എന്താണെന്ന് ഇപ്പോൾ ഈശോ നിൻ്റെ ഹൃദയത്തിൽ പറയുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ അശുദ്ധിയുടെ ഒരു പാപമായിരിക്കാം, അശുദ്ധമായൊരു കൂട്ടുകെട്ടായിരിക്കാം. അതെ, എന്താണോ ഈശോ പറയുന്നത് നോക്കൂ. ഹൃദയം തുറന്ന് ആ പാപത്തെ കൂടി ഉപേക്ഷിച്ച് വിശുദ്ധിയിലേക്ക്, പൂർണ്ണ ഹൃദയവിശുദ്ധിയിലേക്ക് കടന്നു വരാം. പരിപൂർണരാകാൻ ശ്രമിക്കാം, വിശുദ്ധരാകാൻ ശ്രമിക്കാം. അപ്പോൾ കർത്താവിൻ്റെ കൃപ, അനുഗ്രഹം ധാരാളമായിട്ട് നമ്മളിലേക്ക് വർഷിക്കപ്പെടും.